സിംഹവാലം കുരങ്ങ് നമ്മൾ പഴം അടിച്ചോണ്ടിരിക്കുക കേട്ടാ. മലക്കപ്പാറയെന്ന് വാൽപ്പാറ വന്നു കഴിഞ്ഞ് അവിടെ നേരെ പൊള്ളാച്ചി റൂട്ടിലേക്ക് പോകുമ്പം നമുക്ക് കിട്ടുന്നത് നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓടിച്ചിട്ട് അതിൻ്റെ പറക്കൽ അടിപൊളിയായിരിക്കും. ഓടി അടിപൊളി വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ചാലക്കുടിയിൽ നിന്നും നേരെ വണ്ടി തിരിച്ച് അതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ വഴി പൊള്ളാച്ചിയിൽ ചെല്ലാം. പൊള്ളാച്ചിയിൽ നിന്ന് നമുക്ക് തിരികെ ഈ റൂട്ടിലൂടെയും വരാം. അതല്ല എങ്കിൽ നമുക്ക് പാലക്കാട് വഴി കറങ്ങിയും വരാം. അതുപോലെയുള്ള ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ അടിപൊളി ഒരു റൂട്ട് അതാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. കൊടും കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണിത്. പറമ്പിക്കുളം ടൈഗർ റിസർവ്, ആനമല ടൈഗർ റിസർവ്, നെല്ലിയാമ്പതി മലനിരകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഹിൽ സ്റ്റേഷനുകൾ ഒന്നാണ് മലക്കപ്പാറ. ഷോളയാർ വനത്തിലൂടെ മലക്കപ്പാറയിലേക്കുള്ള പാത വിസ്മയിപ്പിക്കുന്നതാണ്. ചാലക്കുടിയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്കും തിരിച്ചും വാഹനമോടിക്കാൻ റൈഡർമാർ ഒരു കൗതുകമായിട്ടാണ് ഈയൊരു റൂട്ടിനെ കാണുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ എന്നിവിടങ്ങളിൽ യാത്രക്കാർക്ക് യാത്ര അവസാനിപ്പിക്കാം. ഹെയർപിൻ വളവുകളിൽ നിന്ന് കാണാവുന്ന ആളിയാർ അണക്കെട്ട് പ്രിയപ്പെട്ട വ്യൂ പോയിൻ്റാണ്. 40 ഹെയർപിൻ വളവുകൾ വ്യത്യസ്തമായ കാഴ്ചകളുള്ളതും ആകർഷണവുമാണ്. കോടമഞ്ഞു മൂടിയ വഴികളും വെള്ളത്തുള്ളികളുള്ള തേയിലച്ചെടികളും തണുത്ത കാറ്റും മാസ്മരികതയുള്ള മലക്കപ്പാറയിലേക്കുള്ള യാത്ര അവിസ്മരണീയമാണ്. എന്നിരുന്നാലും മലക്കപ്പാറ വഴി വാഹനം ഓടിക്കുമ്പോൾ വന്യമൃഗങ്ങൾ എപ്പോഴും ഭീഷണി സൃഷ്ടിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ വനപ്രദേശമാണ് മലക്കപ്പാറ. കൊടും വനങ്ങളും തേയിലത്തോട്ടങ്ങളും പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ കുന്നുകളും ഉൾപ്പെടുന്ന ഈ സ്ഥലം ഒരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ്. വനം പര്യവേഷണം ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിരവധി അപൂർവ മൃഗങ്ങളെയും സസ്യങ്ങളെയും ഇവിടെ കാണാം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാൽ വനമേഖല, തുമ്പൂർ മുഴി അണക്കെട്ട് എന്നിവ മലക്കപ്പാറയിലേക്കുള്ള വഴിയിലാണ്. ഈ ലക്ഷ്യസ്ഥാനങ്ങൾ ഓരോന്നും അതിൻ്റെ ആകർഷകമായ സൗന്ദര്യത്താൽ സന്ദർശിക്കേണ്ടതാണ്. ചാലക്കുടി ആനമല റോഡിലൂടെയാണ് മലക്കപ്പാറയിലെത്താൻ ഏറ്റവും അനുയോജ്യം. ചാലക്കുടി ടൗണിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള 86 കിലോമീറ്റർ ഡ്രൈവ് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. വളഞ്ഞു പുളഞ്ഞ റോഡിലൂടെയുള്ള സാവധാനത്തിലുള്ള യാത്ര ഒരേ സമയം ആവേശകരവും ഉല്ലാസകരവുമാണ്. പ്രകൃതി മാതാവിൻ്റെ മടിയിൽ ചിലവഴിക്കുന്ന ഓരോ മണിക്കൂറിലും നിങ്ങളുടെ സമ്മർദ്ദങ്ങളെല്ലാം ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്ത്യയിലെ തന്നെ അതിമനോഹരമായ വനപാതകളിലൊന്നാണ് മലക്കപ്പാറ. അതിരപ്പള്ളിയിൽ നിന്നും കാട് കടന്നു ചെന്നാൽ തേയിലക്കൊളുന്തിലും കോടമഞ്ഞിലും കോർത്തിട്ട അതിർത്തി ഗ്രാമം നമുക്ക് കാണാം. തേയിലയ്ക്കൊപ്പം അവരിപ്പോൾ ടൂറിസവും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിമനോഹരമായ വനപാതകളിലൊന്നിലേക്ക് കയറും മുമ്പ് അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിനരികെ എത്തി കാട്ടരുവിയിലൊന്ന് മുഖം കഴുകാം. മലക്കപ്പാറയിലേക്ക് ഇവിടുന്ന് 53 കിലോമീറ്റർ ഉണ്ട്. അതിൽ 50ലും പച്ചപ്പ് പീലി വിടർത്തി നിൽക്കും. വിരിഞ്ഞൊഴുകുന്ന ചാർപ്പ വെള്ളച്ചാട്ടവും പരന്നൊഴുകിപ്പോകുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടവും കഴിഞ്ഞാൽ പിന്നെ കാടിൻ്റെ തോളിൽ കൈയിട്ടാണ് യാത്രാവഴികൾ. ഇവിടെ നിന്നുള്ള യാത്രകളിൽ പെരിങ്ങൽകൂത്ത് ഡാം കാണാം. പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്ന പുളിയിലപ്പാറയിൽ ഒരു മ്ലാവുണ്ട്. പഴംപൊരിയാണ് ആ മ്ലാവിനിഷ്ടം. ഹോട്ടലുകൾക്ക് മുന്നിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അങ്ങോട്ട് വാച്ചുമരവും ആനക്കയവും ഒക്കെ നമുക്ക് കാണാം. ആനത്താരകൾ കടന്നു വേണം യാത്ര ചെയ്യാൻ. എപ്പോൾ വേണമെങ്കിലും കുട്ടിയാനകളുമൊത്ത് ആനക്കൂട്ടം വഴിക്ക് വട്ടം വന്നേക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വന്യജീവികൾ. വളരെ ശ്രദ്ധിച്ച് അധികം വേഗത ഇല്ലാതെ വേണം പോകാൻ. കേരള ഷോളയാർ അഥവാ ലോവർ ഷോളയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം. ചൊരിങ്ങലും പെരുമ്പാറയും കടന്ന് പോകുമ്പോഴൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്.
ഇവിടം കഴിഞ്ഞാലാണ് മലക്കപ്പാറ എന്ന തേയില കൊണ്ട് പൊതിഞ്ഞ ഗ്രാമം. തേയിലത്തോട്ടത്തിന് നടുവിൽ നിന്ന് നല്ലൊരു ചായ കുടിക്കാം. ചിലപ്പോൾ കോടമഞ്ഞും കൂട്ടിന് നമുക്ക് കിട്ടും. റേഷനരിയെ കൊതിപ്പിച്ച് ഇടയ്ക്കിടെ ആനക്കൂട്ടവും എത്താറുണ്ട് ഇവിടെ. മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ കേരളം തീരും. അല്പം കൂടി ചെന്നാൽ തമിഴ്നാടിൻ്റെ അപ്പർ ഷോളയാർ ഡാം. ഇവിടെ യാത്ര അവസാനിപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു മടങ്ങാം. അല്ലെങ്കിൽ വാൽപ്പാറയിലേക്കും പൊള്ളാച്ചിയിലേക്കും യാത്ര തുടരാം. സിംഹാലൻ സിംഹാലൻ കുരങ്ങ് പഴം അടിച്ചോണ്ടിരിക്കുക കേട്ടാ. എന്താണെന്ന് ഒരെണ്ണേ ഉള്ളു. പക്ഷെ സാധാരണ ഇവന്മാരെ ഒരെണ്ണമായിട്ട് വരണ്ടല്ലേ. അത്തിപ്പഴം പോലത്തെ കാട്ടു സാധനമാണ്. ഇരുന്ന് അടിച്ചോണ്ടിരിക്കുക. താഴത്ത് വേറെ ടീം കാണും മിക്കാറ്. ഇതെന്താണെന്ന്. മലക്കപ്പാറ എത്തുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് വേണം ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പോകാം. കാടിൻ്റെ മനോഹാരിതയും വെള്ളച്ചാട്ടത്തിൻ്റെ വന്യതയും ചെറുചാലുകളും പുഴകളും തീർത്ത മനോഹര തീരമാണിത്. വാഴച്ചാലിൽ നിന്ന് 15 കിലോമീറ്റർ കഴിഞ്ഞാൽ പെരിങ്ങൽകുത്ത് അണക്കെട്ട്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസും 4ാം ക്ലാസ് വരെയുള്ള ഒരു പ്രൈമറി ഗവൺമെൻറ് സ്കൂളുമുണ്ട്. കാടും ഡാമും തണുപ്പുമെല്ലാം ചേർന്ന് മനോഹരമായ കാഴ്ചയൊരുക്കുന്ന ഒരു സ്ഥലം. ആനക്കയം താഴ്വാരത്തിന് താഴെ അണക്കെട്ട് സ്ഥാപിച്ചിരിക്കുന്നത് കൊച്ചി രാജാവ് രാമവർമ്മയാണ് ഈ അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. മലക്കപ്പാറയിലേക്ക് പോകുന്ന സംസ്ഥാന പാത 21 സമീപമാണ് ലോവർ ഷോളയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തമിഴ്നാട്ടിലെ അപ്പർ ഷോളയാർ ഡാം മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള വഴിയിൽ ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഷോളയാർ പവർ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം 10ഓളം ഹെയർപിൻ കഴിഞ്ഞതിന് ശേഷമാണ് മലക്കപ്പാറയിൽ എത്തിച്ചേരുന്നത്. പോകുന്ന വഴിയിൽ ഷോളയാർ ഡാമിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ നമുക്ക് കാണാം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം. തമിഴും മലയാളവും കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന ആളുകൾ. നിറയെ തേയിലത്തോട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ് മലക്കപ്പാറ. കോടമഞ്ഞിൻ്റെ തണുപ്പ്, വളരെ ഭംഗിയുള്ള സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 900 മീറ്റർ ഉയരത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ, അപൂർവ ഇനം സസ്യങ്ങൾ, ശലഭങ്ങൾ എന്നിവയും ആന, കാട്ടുപോത്ത്, കരിങ്കുരങ്ങ്, മാനുകൾ, മ്ലാവ് ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും പോകുന്ന വഴിയിൽ നമുക്ക് കാണാം. വാൽപ്പാറയിലെത്തി ചോക്ലേറ്റ് വാങ്ങിക്കാമെന്നും പറഞ്ഞ് വന്നാണ്. നല്ല മഴ പുറത്ത്. തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലെ ഒരു താലൂക്കും ഹിൽ സ്റ്റേഷനുമാണ് വാൽപ്പാറ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ ആനമലൈ കുന്നുകളിൽ, കോയമ്പത്തൂരിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയും പൊള്ളാച്ചിയിൽ നിന്ന് 65 കിലോമീറ്ററുകൾ ദൂരത്തിലുമാണ് ഈ ഹിൽ സ്റ്റേഷൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ സസ്യ, ജന്തു, പക്ഷി വിഭാഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദേശം. ഇവിടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളാണ്. വനഭൂമിയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. അഴിയാറിൽ നിന്ന് വാൽപ്പാറയിലേക്കുള്ള റോഡിൽ 40 ഹെയർ പിൻ വളവുകളുണ്ട്. വലിയ വനമേഖലകൾ തോട്ടം മേഖലയുടെ പരിധിക്കപ്പുറവും തുടരുന്നു. തമിഴ്നാട് സർക്കാർ റിസോർട്ടുകളും മറ്റുമുണ്ടാക്കി ഇവിടെ ടൂറിസം വികസിപ്പിക്കാൻ സഹായവും ചെയ്യുന്നുണ്ട്. പറന്നു പോണ കിട്ടിയ അടിപൊളി. ഇത് താഴത്തൊക്കെ വേറെ ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം 3-4 ഇത് ഇവിടെ. ഓടിച്ചിട്ട് അതിൻ്റെ പറക്കൽ അടിപൊളിയായിരിക്കും. ഓടി ഒന്ന് പേടിപ്പിച്ചു നോക്കി. എന്തും വെച്ച് പേടിപ്പിക്കും. കൈ കൊണ്ട് ഇങ്ങനെ വീശിട്ടുണ്ട്. നമ്മൾ മലക്കപ്പാറയിൽ നിന്ന് വാൽപ്പാറ വന്നു കഴിഞ്ഞ് അവിടെ നേരെ പൊള്ളാച്ചി റൂട്ടിലേക്ക് പോകുമ്പം നമുക്ക് കിട്ടുന്നത് നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണിത്. ഇത് നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് അത്യാവശ്യം നല്ല കോടയൊക്കെ, അവിടെ നിന്നൊക്കെ ഒരു കോട ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. അങ്ങ് അകലെ നോക്കിയാൽ കാണാം ഒരു വെള്ള കളർ.
പക്ഷെ അത് കോട നല്ല രീതിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രസമായിരിക്കും. പക്ഷെ കോട കിട്ടാൻ സാധ്യത കുറവാണ് ഇപ്പോഴത്തെ ഈ നിപ്പിന്. ദൂരെ അമ്പരചുംബിയായ മലനിരകൾ കാഴ്ചകൾക്ക് അതിർ വരയ്ക്കുന്നത് കാണാം. അണ്ണാമലയുടെ ഈ താഴ്വാരത്താണ് ആളിയാർ അണക്കെട്ട്. ഉഷ്ണമായ തമിഴ് മണ്ണിന് നനവെത്തിക്കുന്ന ഈ അണക്കെട്ടാണ് യാത്രയുടെ ആദ്യ ഡെസ്റ്റിനേഷൻ. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ജലാശയം തമിഴ്നാടിൻ്റെ വരദാനമാണ്. പശ്ചിമഘട്ടത്തിലെ ആനമലയിലൂടെ താഴ്വാരത്തേക്ക് ഒഴുകിയെത്തുന്ന ആളിയാർ പുഴയെ തടഞ്ഞു നിർത്തിയാണ് ഇവിടെ അണക്കെട്ട് കെട്ടിയത്. 1959 മുതൽ 69 വരെയാണ് ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണ കാലഘട്ടം. മത്സ്യസമ്പത്തിൻ്റെയും വിനോദസഞ്ചാരത്തിൻ്റെയും പ്രിയ കേന്ദ്രമായി വളരെ പെട്ടെന്ന് തന്നെ ആളിയാർ അണക്കെട്ട് ഇടം പിടിച്ചു. ആളിയാറിനെ ചുറ്റിയാണ് പാത കടന്നു പോകുന്നത്. കുറച്ച് ദൂരം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ആളിയാർ ശിഖരങ്ങൾ നീട്ടി കുറച്ചുകൂടി മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. നീലജലാശയത്തിൻ്റെ തുളുമ്പി പരക്കുന്ന ആ കാഴ്ചകൾ തന്നെയായിരുന്നു ആളിയാറിൻ്റെ ഏറ്റവും വലിയ വിസ്മയം എന്ന് പറയുന്നത്. എത്രത്തോളം കാഴ്ചകൾ താഴ്വാരത്തേക്ക് വശീകരിച്ചാലും ഇവിടെയൊന്നും വാഹനം നിർത്താൻ പാടില്ലെന്നുള്ള മുന്നറിയിപ്പാണ് സഞ്ചാരികളെ അല്പമെങ്കിലും നിരാശരാക്കുന്നത്. വനം വകുപ്പിൻ്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരാണ് ഒട്ടുമിക്ക യാത്രക്കാരും. ചക്ര യാത്രക്കാർക്കാണ് ഈ ചുരം കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ ആസ്വദിക്കാൻ കഴിയുക. മലക്കപ്പാറയുടെ നെറുകിൽ നിന്നും തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പുകൾ കടന്ന് ഊളിയിട്ട് പോകുന്ന സഞ്ചാരികളുടെ ഇരുചക്ര വാഹനങ്ങളുടെ നീണ്ട നിരകൾ തന്നെ ഈ റൂട്ടിൽ എവിടെയും നമുക്ക് കാണാം. 40ഓളം ഹെയർപിൻ വളവുകൾ ഓരോന്നായി മുകളിലേക്ക് കയറുമ്പോഴും താഴേക്ക് വീണ് ചിതറുന്ന കാഴ്ചകളുടെ ലോകം വിശാലമായി കാണാം. താഴെ ആളിയാർ അണക്കെട്ട് ഒരു പാനപാത്രം പോലെ തിളങ്ങുന്നു. അത്രയും വിസ്തൃതിയുള്ള അണക്കെട്ടിന് ചുറ്റും പച്ചപ്പിൻ്റെ വലിയ കൂടാരം തന്നെ കാണാം. ായതും സാഹസികവുമായ വഴികളിൽ മണ്ണിടിച്ചിൽ മഴക്കാലത്ത് വലിയ അപകടത്തിൻ്റെ സാധ്യതകൾ ഒരുക്കുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകൾ സഞ്ചാരികളുടെയും വഴിമുടക്കുന്നു. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞുമാണ് യാത്ര. ഓരോ കോണിൽ നിന്നും വാൽപ്പാറയ്ക്ക് വ്യത്യസ്തമായ ഭാവങ്ങളാണ്. തേയിലത്തോട്ടങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന കാടുകളുമാണ് മറ്റൊരു ആകർഷണം. ഇടയ്ക്കിടെ കാട്ടാനകളും വന്യമൃഗങ്ങളും വിഹരിക്കാനിറങ്ങുന്ന സങ്കേതം കൂടിയാണിത്. തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ കരിമ്പാറകൾ കണക്കെ ഇവ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ സഞ്ചാരികൾക്കും അതൊരു വിരുന്നാകും. അത്ര എളുപ്പം ഇവിടെ നിന്നും ഇവയൊന്നും കാട് കയറിപ്പോയില്ല. വഴിവക്കിൽ കാട്ടാനകളുടെ ഘോഷയാത്രകൾ, വാൽപ്പാറ വഴിയുള്ള യാത്രകൾ എപ്പോഴും പ്രതീക്ഷിക്കണം. പലപ്പോഴും റോഡിന് നടുവിലിറങ്ങി സഞ്ചാരികളെയും യാത്രക്കാരെയും ഒന്ന് വിരട്ടാനും ഇവർ ശ്രമിക്കാറുണ്ട്.